തീർച്ചയായും. അതായത് ഇനി വാ തുറക്കരുതെന്ന് ബോബിയോട് താൻ പറഞ്ഞതായി ബോബിയുടെ അഭിഭാഷകൻ ജിയോ പോൾ പറയുകയും ചെയ്തു കോടതിക്ക് ഉള്ളിൽ. അതാണ് ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം. അതായത് ബോബി ചെമ്മണ്ണൂരിനോട് ഇക്കാര്യത്തിൽ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് കോടതിയും പറയുന്നുണ്ട്. അത് ആവർത്തിക്കരുത് എന്ന കാര്യം അഭിഭാഷകരും ബോബി ചെമ്മണ്ണൂരിനോട് പറഞ്ഞിട്ടുണ്ട്. അത് അയാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. അപ്പോൾ കോടതി പറഞ്ഞത് അയാൾ ജുഡീഷ്യറിയെ കുറിച്ച് വേവലാതിപ്പെടേണ്ട, അയാളുടെ ബിസിനസ് നോക്കി നടത്തിക്കോട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ, അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ ഈ കോടതിയെ, ജുഡീഷ്യറിയെ അപമാനിക്കാനോ ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താനോ അത്തരം കാര്യങ്ങളെ കുറിച്ച് വേവലാതിപ്പെടാനോ ഒന്നും ബോബി ചെമ്മണ്ണൂർ നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ ജിയോ പോൾ പറഞ്ഞത് സ്ലിപ്പ് ഓഫ് ടങ് ആണ് എന്ന് പ്രതിഭാഗം പറയുകയാണ്. പക്ഷെ കോടതി ഒന്നും അനുവദിച്ചില്ല. കോടതി പറഞ്ഞ് എന്തെങ്കിലും ആകട്ടെ, ഇനി ഇത്തരത്തിൽ വാ തുറക്കരുത്. അപ്പൊ അത് ഈ ബോബി ചെമ്മണ്ണൂരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാം, ഇനി പ്രശ്നമില്ല, പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കോടതി നൽകിയിട്ടുണ്ട്. അപ്പോൾ കോടതി ഈ രണ്ടാമത്തെ ഇഷ്യൂവിൽ, അതായത് കോടതിയെ അപമാനിച്ച കേസിൽ സുവമോട്ടോ എടുത്ത നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചു. അസാധാരണമാവണ്ണം 3 തവണ കോടതി സിറ്റിംഗ് നടത്തിയിട്ടാണ് മൂന്നാമത്തെ തവണ കൊടുത്ത ജാമ്യാപേക്ഷ കോടതി സ്വീകരിച്ച് നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചു. അപ്പൊ ഇനി ബോബിയുടെ ജാമ്യത്തിന് പ്രശ്നമില്ല, ബോബി ഇനി ജാമ്യത്തിൽ തുടരുക, അതിന് തർക്കമില്ല. കാരണം ബോബിക്ക് ഇന്നലെ ലഭിച്ച ജാമ്യം തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇത് ഒരുപക്ഷെ ആ ആദ്യത്തെ സംഭവത്തിന് വിശദീകരണം നൽകിയത് തന്നെ കോടതി ഒരർത്ഥത്തിൽ ഈ വലിയ കടുത്ത ശിക്ഷകളിലേക്ക് കടക്കാതെ കണ്ണടച്ചു എന്ന് കൂടി പറയേണ്ടി വരുന്നത്. കാരണം നേരത്തെ സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ 2:30 മണിക്കാണ് ഉത്തരവ് ഇറങ്ങുന്നത്, ജാമ്യം ഉത്തരവ്. അതിനുശേഷം 4:45 മുമ്പ് സെഷൻസ് കോടതിയിൽ നിന്ന് ഉത്തരവ് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ട്രാഫിക് ബ്ലോക്ക് ആണെന്നാണ്. സിറ്റിയിൽ തന്നെ വളരെ ചെറിയ ദൂരപരിധിയിലാണ് ഈ കോടതികളെല്ലാം കിടക്കുന്നത്. അവിടെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏതായാലും ജാമ്യം കൊടുത്ത സാഹചര്യത്തിലും മാപ്പപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിലും ഇപ്പോൾ ആ ജാമ്യം തുടരട്ടെ എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുകയും ചെയ്തത്. പക്ഷേ ഏതായാലും വലിയ താക്കീത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി മേലാൽ മിണ്ടിപ്പോരുത്, വാ തുറക്കരുത് എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് പറയേണ്ടി വരുന്നുണ്ട്. അഭിഭാഷകൻ തന്നെ ആ ഉറപ്പ് കോടതിക്ക് നൽകുകയും ചെയ്തു. സാലി, തീർച്ചയായിട്ടും കോടതിയുടെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ വീണ്ടും ജയിലിലേക്ക് പോകാതിരുന്നതെന്ന് ഒറ്റ വാചകത്തിൽ പറയാം. കാരണം ഈ മാപ്പപേക്ഷിച്ചതും നൽകിയ വിശദീകരണവും ഒക്കെ പൂർണ്ണമായി കോടതി മുഖവിലേക്ക് എടുത്തിട്ടുമില്ല. പക്ഷെ ജാമ്യം കൊടുത്ത ഒരു പ്രതിയാണ്, അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് കോടതി കരുണയോടെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ബോബി ഇപ്പൊ രണ്ടാമത് ജയിലിലേക്ക് പോകാതിരിക്കുന്നത് എന്നതാണ് യഥാർത്ഥ സംഭവം. അപ്പോ ഏതായാലും ഇനി അയാൾ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുകയോ ഇത്തരം നടപടികളിലേക്ക് കടക്കുകയോ കോടതിയെ നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കുന്ന നിലപാട് സ്വീകരിക്കുകയോ ചെയ്യില്ല എന്ന് ഉറപ്പ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. അത് അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അയാളുടെ അഭിഭാഷകൻ കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് മുഖവിലക്കെടുത്ത് ഞങ്ങൾ ഇവിടെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നു, ഈ കേസ് തീർപ്പാക്കുന്നു. ഈ കേസ് തീർപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന ജാമ്യം നിലനിൽക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ പുറത്ത് ജാമ്യത്തിൽ കഴിയാം. പക്ഷെ ആദ്യത്തെ കേസിൽ, ഈ നടി കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ റിമാൻഡിൽ കഴിഞ്ഞ കേസിൽ അതിൽ കുറ്റപത്രം കൊടുത്തു, കുറ്റവിചാരണ നടത്തി അയാളെ ശിക്ഷിക്കുകയോ കുറ്റമുക്തനാക്കുകയോ ചെയ്യാം. അതിൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ട് അയാൾക്ക് ബാധകമാണ്. അതും ഈ രണ്ടാമെടുത്ത കേസുമായിട്ട് ബന്ധമില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ജയിലല്ല, ജാമ്യമാണ് നിയമം എന്നുള്ള കാര്യം കോടതി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ജാമ്യം നൽകിയ ഒരാളിനെ വീണ്ടും തിരികെ കൊണ്ടുപോകുക എന്നുള്ളതും നിയമവ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന ഒരു പ്രവൃത്തിയല്ല. പക്ഷേ കൃത്യമായി താക്കീത് നൽകാൻ കഴിഞ്ഞു. ആ താക്കീത് ബോബി ചെമ്മണ്ണൂരിന് മാത്രമല്ല, ഇത്തരത്തിൽ ഹോബിയുള്ള പലർക്കും കൂടി കിട്ടിയ ഒരു താക്കീതാണ്. ഇന്നലെ തന്നെ കോടതി വലിയ ശക്തമായ ചില നിരീക്ഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തത്. ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പൊതു സമൂഹത്തിന് തന്നെ ചില ബോധ്യങ്ങൾ വരത്തക്ക രീതിയിലുള്ള പ്രസ്താവനകൾ, പരാമർശങ്ങൾ കോടതി നടത്തുകയും ചെയ്തു. ഒരാളിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും ഉയരത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചും ഒന്നും പറയാൻ മറ്റൊരാൾക്ക് ബാധ്യതയില്ല, മറ്റൊരാൾ അതിൽ കൺസേൺ ആകേണ്ട കാര്യവുമില്ല. അക്കാര്യം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ വിധിയിലൂടെ
കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ വ്യക്തിയോട് ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ ആശാനെന്ന് വേണമെങ്കിൽ പറയുന്ന തരത്തിൽ ഇത്തരത്തിൽ നിരന്തരം ഇത് ഈ കോടതി ഇടപെടലും ഈ ഹണി റോസ് വിഷയം ഉണ്ടായില്ലെങ്കിൽ പോലും കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വഷളത്തരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഹൈക്കോടതിയും കാര്യങ്ങളിൽ കാണുന്നുണ്ട്, മാധ്യമങ്ങളിൽ അടക്കം വരുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാകണം ഇന്നലെ മുതൽ വിടാതെ പിടികൂടുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ കോടതി എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഇന്ന് രാവിലെ ജയിലിന് പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രസ്താവന വരെ കോടതി നോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. എന്താണ് പുറത്തിറങ്ങി പറഞ്ഞതെന്ന് ചോദിച്ചു. അത് കൃത്യമായും നീതിന്യായ വ്യവസ്ഥ അവഹേളിക്കലാണ്. ഏതായാലും ഇപ്പോൾ ഒരർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ തടി തപ്പിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോടതിയുടെ കരുണയിൽ, കോടതിയുടെ വിവേചന അധികാരത്തിൽ ഈ മാപ്പപേക്ഷ കൊണ്ട് ഒതുങ്ങുകയാണ് കാര്യങ്ങൾ. താക്കീത് നൽകി വിട്ടിരിക്കുന്നു. കോടതിയോട് ഇനി മേലാൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങരുത്, വാ തുറക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും അഭിഭാഷകൻ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ സാലി? തീർച്ചയായും ഇത് അസാധാരണമായ ഒരു നടപടിക്രമങ്ങളിലൂടെ ഇന്നത്തെ കോടതി നടപടികളെല്ലാം നടന്നുപോയത്. രാവിലെ തന്നെ ബോധ്യപ്പെട്ടിരുന്നു ഇത് സുവോമോട്ടോ കേസെടുത്തു, അത് 10:15 പരിഗണിക്കുമെന്ന് 9:45 അറിയുമ്പോൾ തന്നെ ഇത് നടപടി പ്രശ്നമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് കോടതി കേസ് എടുത്തു, കോടതി നടപടികളിലേക്ക് കടക്കുമെന്ന് കണ്ടപ്പോൾ ഇന്നലെ കിട്ടിയ ഉത്തരവിന്റെ പകർപ്പ് ജയിലിൽ കൊണ്ട് ഹാജരാക്കി അപ്പോൾ ഇറങ്ങുകയാണ് ചെയ്തത്. ഇറങ്ങിയിട്ടും മാന്യമായും സംസാരിക്കാനോ അക്കാര്യത്തിൽ കോടതിയോട് ബഹുമാനം കൊടുക്കുന്ന പ്രതികരണം നടത്താനോ അയാൾ തയ്യാറായില്ല. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് താൻ ഈ കുറെ തടവുകാർ ഇവിടെയുണ്ട്, അവർക്ക് അവരുടെ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നും കൂടെ കിടന്നത് എന്നതൊക്കെ കോടതിയെ നേരിട്ട് വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയതാണ് കടുത്ത വിമർശനത്തിനിടയാക്കിയത്. ഇന്ന് മുഴുവൻ രാവിലെ 10:15 കേസെടുത്തപ്പോഴും 12 മണിക്ക് കേസെടുത്തപ്പോഴും 1:45 അവസാനം ഇപ്പോൾ കേസെടുത്തപ്പോഴും കോടതി ബോബി ചെമ്മണ്ണൂരിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. ഓരോ ഘട്ടത്തിലും കടുത്ത മുന്നറിയിപ്പ് നൽകി. ഒരു ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യത്തിൽ തന്നെ തുടരാം. മാപ്പപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കേസ് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് തീർപ്പാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ കോടതിയോട് യുദ്ധപ്രഖ്യാപനം വേണ്ടതില്ല. മാത്രമല്ല തൻ്റെ പണത്തിന് മുകളിലാണ് കോടതി, രാജ്യത്തെ നിയമവ്യവസ്ഥ, ജുഡീഷ്യറിയുടെ കാര്യം ജുഡീഷ്യറി നോക്കും, ബിസിനസ് കാര്യം ബോബി ചെമ്മണ്ണൂർ നോക്കിക്കൊള്ളൂ എന്ന താക്കീതോടു കൂടിയാണ് ഇപ്പോൾ സ്വമേധയാ എടുത്ത കേസ് തീർപ്പാക്കുകയും ചെയ്തിരിക്കുന്നത്.